ഹലോ, ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെയും ശ്യാമിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ട്. അതുമാത്രമല്ല, ശ്യാമിന് എതിരെ അത് ശ്രുതിയുടെ അച്ഛന് നല്ല സംശയമുണ്ട്. കാരണം ശ്യാമിൻ്റെ ആ ഒരു പെരുമാറ്റവും സംസാരവും, പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടെ ഒരു പെയിങ് ഗസ്റ്റ് ആയിട്ട് വന്ന് താമസിക്കുന്നു, അങ്ങനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രാജകുമാരി എന്ന് പറയുന്ന ഒരു പേരിൽ ഒരുപാട് വട്ടം ശ്യാമിന് കോളും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ അച്ഛൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്യാമിനെതിരെയുള്ള തൻ്റെ സംശയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛൻ ശ്രമിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്യാം ശ്രുതിക്കും ശ്രുതിയുടെ അച്ഛനും പിന്നെ അമ്മയ്ക്കും പിന്നെ അമ്മായിക്കും എല്ലാവരോടും ഇരിക്കുന്ന സമയത്ത് ശ്യാം ചായക്കിട്ട് നല്ല സ്പെഷ്യൽ ടീ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ശ്രുതിയുടെ അച്ഛനാണ് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അത് വാങ്ങുകയും, എന്നാൽ അമ്മായിക്ക് ആദ്യം എന്താ കൊടുക്കാത്തേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടക്കുവാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ശ്രുതിയുടെ അച്ഛനെ എണീറ്റ് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് തിരിയുകയും പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അവിടെ വീഴുവാണ്. അങ്ങനെ ശ്യാമും എല്ലാവരും കൂടി കൊണ്ട് കിടത്തുകയും ശ്യാം പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടറെ വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ഒരു മരുന്നിൻ്റെ സെഡേഷനാണ്, അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എണീറ്റോളും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമിനെ മാറ്റി നിർത്തിയതിന് ശേഷം ഡോക്ടർ പറയുവാണ്, നിങ്ങൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൂക്ഷിച്ചോണം. കാരണം ഇത് ഹാർട്ടിൽ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇനി സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാടായിരിക്കും. അതുകൊണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ വേദന എന്തെങ്കിലും കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഇതിലുള്ള മരുന്ന് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയും, അങ്ങനെ പ്രീതി ശ്യാമിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഞാനൊന്ന് ശ്രുതിയെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങുന്നുണ്ട്. അങ്ങനെ പ്രീതി നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ ശ്രുതി വിളിക്കുമ്പോഴത്തേക്കും ശ്രുതി കോൾ എടുക്കുന്നില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശ്രുതി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. എന്നാൽ ഈ സമയത്ത് ശ്രുതി അവിടെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും, അങ്ങനെ മുത്തശ്ശി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ അശ്വിൻ്റെ അമ്മയ്ക്കും അച്ഛനുമുള്ള ശ്രാദ്ധിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി തരാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അത് വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ വന്നിട്ട് പറയുന്നത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയും, ഇത് ശ്രാദ്ധിന് വേണ്ടിയിട്ടുള്ള പൂജയ്ക്കുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ശ്രാദ്ധ ദിവസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന, എൻ്റെ ജീവിതത്തിലുള്ള ആൾക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു ദിവസമാണ്. അവിടെ പുറത്തുനിന്നുള്ള ആരും വരേണ്ടെന്നും നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരിക്കലും ഇവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ അങ്ങ് കയറി പോവാണ്. പക്ഷെ ശ്രുതിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ഞാൻ അറിയാതെ ആദ്യമേ അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പിന്നെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അവിടെ അശ്വിൻ എന്നോട് ഞാനെന്തോ വലിയ തെറ്റ് ചെയ്യുന്ന രീതിയിലാണ് പെരുമാറുന്നത്. എന്തായാലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ശ്രുതിക്ക് ബോധ്യമായി. അങ്ങനെ ശ്രുതി ബാഗൊക്കെ എടുത്ത് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് അഞ്ജലി ഇത് കണ്ടിട്ട് നേരെ ശ്രുതിയോട് വന്ന് ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുവാണോ? ഇവിടെ പൂജയും കാര്യങ്ങളും നടക്കുന്നത് കണ്ടില്ലേ, പിന്നെ നീ എവിടെ പോകാനാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് ചോദിക്കുകയും, എന്നാൽ ശ്രുതി ഒന്നും ഇല്ല, ഞാനിപ്പോൾ പൊയ്ക്കോട്ടെ, ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട നീ ഇവിടെ വേണം എന്ന് പറഞ്ഞ് ശ്രുതി നിർബന്ധിച്ച് ആ ബാഗൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ പൂവൊക്കെ എടുത്തിട്ട് ശ്രുതി ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്ക് സങ്കടം വന്ന് ശ്രുതി പുറത്തോട്ട് പോവുകയും അഞ്ജലി ശ്രുതിയോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, നീ എന്തായാലും ഇങ്ങനെ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നിന്നെ ആരോ നല്ലതുപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിന്റെ സങ്കടം കൊണ്ടായിരിക്കും എന്ന് അഞ്ജലി ശ്രുതിയോട് സംസാരിക്കുവാണ്. ഈ സമയത്താണ് അശ്വിൻ അങ്ങോട്ട് വരികയും അവരുടെ സംസാരം കേൾക്കാനായിട്ട് ഇടയാവുകയും, അങ്ങനെ അശ്വിൻ അവിടെ എന്താണ് സംസാരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് അഞ്ജലി ശ്രുതിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും ശ്രുതി പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അവസാനം അഞ്ജലി തന്നെ ശ്രുതിയോട് പറയുകയാണ്, ശരി, ഞാൻ നിന്റെ മനസ്സിലെ സങ്കടം എന്താണെന്നും നീ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ പറയട്ടെ എന്ന് അഞ്ജലി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ മാഡം പറഞ്ഞോളൂ എന്താ കാര്യമെന്ന് ചോദിക്കുകയും നിനക്ക് പെട്ടെന്ന് ഇവിടുത്തെ എൻ്റെയും കുഞ്ഞിൻ്റെയും അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധ ദിവസമാണ്. അപ്പം നിനക്ക് ഈ ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത ആ ഒരു സങ്കടം നിനക്ക് വന്നല്ലേ? എനിക്കറിയാം, കാരണം എനിക്കും കുഞ്ഞിനും ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഇല്ലാത്തത്. പക്ഷേ കുഞ്ഞിന് അത്രത്തോളം സങ്കടമുണ്ടെങ്കിലും അവൻ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് ചിരിച്ചും കളിച്ച് നിൽക്കുന്നത് അല്ലാതെ അവൻ്റെ സങ്കടങ്ങൾ അവൻ ഉള്ളിൽ ഒതുക്കിയാണ് നിൽക്കുന്നത്. പക്ഷേ നീ അങ്ങനെ ചെയ്യരുത്. നമുക്ക് സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അത് കരഞ്ഞു തീർക്കുക. അതാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഉള്ളിൽ സങ്കടം വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്കും സങ്കടമാണ്, മറ്റുള്ളവർക്കും അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കും സങ്കടമാണ്. അതുകൊണ്ട് ഒരിക്കലും വലിയ വലിയ അസുഖങ്ങളിലോട്ട് കൊണ്ടെത്തിക്കാതെ നമ്മൾ ആ ഒരു സങ്കടം കരഞ്ഞു തീർക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞത്, എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷെ അവരില്ലാത്തത് എനിക്ക് ഒരുപാട് സങ്കടമാണ്. അത് എൻ്റെ ഉള്ളിൽ ഒരു തീക്കനലാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലും എൻ്റെ ചുറ്റിലും എന്തെങ്കിലും ഇരുട്ട് പടരുകയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ വരികയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഓർമ്മകളും അവരുടെ സ്നേഹവും എല്ലാം എൻ്റെ ഉള്ളിൽ വെളിച്ചമായിട്ട് മാറും, എന്നെ അത് കാത്തോളും എന്നൊക്കെ ശ്രുതി തൻ്റെ സങ്കടങ്ങൾ ഒരുപാട് പറയുകയും അങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ശ്രുതി. അപ്പം ഇത് കണ്ടപ്പോൾ അശ്വിന് ഇത് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അശ്വിൻ തന്നെ മനസ്സിൽ പറയുവാണ്, ഞാൻ ഒരിക്കലും ശ്രുതിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അത് തെറ്റായി പോയി അന്ന് അശ്വിന് ബോധ്യമായി. ഈ സമയത്താണ് അഞ്ജലി ഞാൻ വരാം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീതി ശ്രമിച്ചുവെങ്കിലും ഒരിക്കലും സാധിച്ചില്ല. അങ്ങനെ ശ്യാമിന്റെ ഫോൺ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രീതി പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട് ഇതാ ഫോണ്. പക്ഷേ ഈ ഫോണിൽ ഒരുപാട് വട്ടം രാജകുമാരി എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നത്, ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ ശ്യാം ഉടനെ പറഞ്ഞത് അതെൻ്റെ ക്ലയന്റ് ആണെന്നാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഞ്ജലി കോൾ വിളിക്കുകയും അങ്ങനെ കോൾ കണ്ടപ്പോൾ തന്നെ പിന്നെ പ്രീതി കാര്യമാക്കാതെ പ്രീതി അങ്ങ് കയറി പോവാണ്. അപ്പോൾ ശ്യാമ എന്താ ഇത് അഞ്ജലി വിളിച്ചത്, കാര്യം പറയൂ എന്നൊക്കെ പറയുകയും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രാദ്ധ ദിവസമായിട്ട് ശ്യാമേട്ടൻ ഇത് എവിടെയാ എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ തനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ സമയത്ത് പെട്ടെന്നൊരു ജോലി വന്നു, എനിക്കതുകൊണ്ട് തീർത്തിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് ശ്യാം അഞ്ജലിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് ദേഷ്യം വന്നു. അഞ്ജലി പറഞ്ഞത്, ഞാൻ അന്ന് ആ ഒരു തിരുവാതിര ദിവസം ശ്യാമേട്ടനെ വിളിച്ചിട്ട് ശ്യാമേട്ടൻ വന്നത് വൈകിട്ടാണ്, രാത്രി സമയത്താണ് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവാഹ വാർഷിക ദിവസം ശ്യാമേട്ടൻ വന്നിട്ട് ആ ഒരു കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ തൻ്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിമിഷത്തിൽ പോയി. അപ്പോൾ അതുപോലെ അതൊക്കെ ഞാൻ കുഴപ്പമില്ല പോട്ടേന്ന് വെച്ചു, എനിക്ക് ആ ഒരു ജോലി തിരക്ക് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലായിട്ടും ശ്യാമേട്ടൻ ഇങ്ങനെ ജോലി തിരക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്നത് ശരി അല്ല എന്ന് പറയുകയും എന്നാൽ ഇത് കേട്ടിട്ട് ശ്യാമിന് ഒരുപാട് ദേഷ്യം വന്ന്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ എനിക്ക് ജോലി തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും അങ്ങനെ ദേഷ്യപ്പെട്ട് അഞ്ജലിയും കോൾ കട്ട് ചെയ്യുവാണ്. എന്നാൽ ശ്രുതി അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ശ്രുതി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് ഇവിടെ വന്നാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമ നിൽക്കുവാണ്. ഈ സമയത്താണ് ശ്രുതി അവിടെ നിന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ജോലിയെല്ലാം നിർത്തിയതിന് ശേഷം ഇന്നത്തേക്ക് പുറത്തോട്ട് പോവാണ്. അങ്ങനെ ആരും കാണാതെ പുറത്തോട്ട് പോയതിൻ്റെ പിറകെ തന്നെ അശ്വിൻ ശ്രുതി അവിടെ എല്ലാം തിരക്കുകയും എന്നാൽ ശ്രുതി അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ അശ്വിൻ ഒരുപാട് സങ്കടമായി. അങ്ങനെ അശ്വിൻ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ അത്രത്തോളം ശ്രുതിയെ വേദനിപ്പിച്ചു പോയി, അതിന് ഒരുപാട് സങ്കടം തോന്നി അവിടെ നിൽക്കുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രീതിയും അമ്മായിയും എല്ലാവരും അവിടെ നിന്ന് കരയുക. തന്റെ അച്ഛൻ കണ്ണ് തുറന്നിട്ടില്ല, പ്രീതിയുടെ അച്ഛൻ കണ്ണ് തുറന്നില്ല. അപ്പോൾ ഇനി ഈ വിവരം എങ്ങനെയെങ്കിലും ശ്രുതി അറിയിക്കേണ്ടേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുകയും എന്നാൽ അത് ആരാണ് വന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്യാമു പോകുന്നുണ്ട്. ശ്രുതി ആയിരിക്കുമെന്ന് പോകുന്നുണ്ട്. അതിന്റെ പിറകെ അമ്മായിയും പ്രമീളയും കൂടി പോകുന്നുണ്ട്. കാരണം ശ്രുതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേണം അകത്തോട്ട് കയറ്റിവിടാൻ, ഇല്ലെങ്കിൽ അവൾ പൊട്ടിക്കരയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് പുറത്തോട്ട് പോകുന്നത്. അതിന്റെ പിറകെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ അച്ഛൻ കണ്ണ് തുറക്കുകയും അങ്ങനെ കണ്ണ് തുറന്നതിന് ശേഷം ശ്രുതി ഇത് പ്രീതിയെ കൈ പിടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നാണ്. അങ്ങനെ പ്രീതി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛൻ ശ്യാമിന്റെ ഫോൺ അവിടെ കാണുന്നത്. ശ്യാം എപ്പോഴും ഒരു നമ്പറിൽ വിളിക്കും, അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്യാമിന്റെ ഫോൺ എടുത്ത് ആ നമ്പർ നോക്കി ഒരുപാട് വട്ടം വിളിച്ച രാജകുമാരി എന്ന് പറയുന്ന നമ്പർ നോക്കി നമ്പർ കയ്യിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്യാം ശ്രുതിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതി അകത്തോട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ശ്യാമിന്റെ
ഫോൺ എടുക്കാത്ത കാര്യം, തന്റെ കയ്യിൽ ഇല്ലാത്ത കാര്യം ശ്യാം ഓർത്തത്. അങ്ങനെ ഫോൺ എവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും തന്റെ ഫോൺ നോക്കിയാണ്, ശ്യാമിന്റെ ഫോൺ നോക്കിയാണ് ശ്രുതിയുടെ അച്ഛൻ ആ ഒരു നമ്പർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്യാമിന്റെ ചതികൾ പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛന് സാധിക്കുമോ? രാജകുമാരി ആരാണ് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും സാധിക്കുമോ? ഇനിയിപ്പോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.